ഹലോ ഫ്രണ്ട്സ്, ജി ഫോർ ഗിറ്റാർ എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗിറ്റാറിൻ്റെ പാർട്സിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഗിറ്റാറിൻ്റെ പാർട്സൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജി ഫോർ ഗിറ്റാർ എന്ന ചാനലിൽ പോയി ആ വീഡിയോ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഗിറ്റാർ തീരെയും അറിയാത്ത, ഗിറ്റാറിനെ കുറിച്ച് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയാണ്. അവരെ ഗിറ്റാർ പഠിക്കുവാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളവർ, ഒരു ബിഗിനേഴ്സായവർ ഗിറ്റാർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ മാർക്കറ്റിലൊക്കെ ഗിറ്റാർ അവൈലബിൾ ആണ്, ഷോപ്പുകളിൽ. അപ്പോൾ നമ്മൾ ചതിക്കപ്പെടാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഗിറ്റാറിനെ കുറിച്ച് അറിയാത്തവർ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഗിറ്റാർ വാങ്ങാൻ പാടുള്ളൂ. പ്രത്യേകിച്ചും ഗിറ്റാർ പുതിയ ഒരു ഗിറ്റാർ വാങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അവരൊരിക്കലും ഓൺലൈനിൽ ഗിറ്റാർ വാങ്ങാതിരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഓൺലൈനിൽ നമ്മൾ വാങ്ങുമ്പോൾ അഥവാ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കിട്ടാൻ വളരെ സമയമെടുക്കുന്നുണ്ട്. പലരും ചെന്ന് അവർക്ക് അങ്ങനെ റീപ്ലേസ്മെൻറ്റ് കിട്ടാതെ ഇരിക്കുന്നുണ്ട്. നമ്മൾ മറ്റുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ അങ്ങനെയൊക്കെ പറ്റുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഗിറ്റാർ കുറച്ച് വില കൂടിയ സാധനമായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഓൺലൈനിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക, ഓൺലൈനിൽ നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഗിറ്റാർ പഠിക്കുന്ന സാറിനെ കൂട്ടി നിങ്ങൾ കടയിൽ പോയി തന്നെ ഗിറ്റാർ വാങ്ങുക. അല്ലെങ്കിൽ ഗിറ്റാർ വായിക്കുവാൻ അറിയുന്ന, അത്യാവശ്യം പ്രോഗ്രാമിലൊക്കെ വായിക്കുന്ന ഏതെങ്കിലും വ്യക്തിയെ കണ്ട് അവരെ കൂട്ടി വാങ്ങിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ കോഴിക്കോടാണെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഗിറ്റാർ വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, സെലക്ട് ചെയ്യാനൊക്കെ. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗിറ്റാറിൻ്റെ സ്റ്റൈൽ കണ്ട് ഒരിക്കലും ഗിറ്റാർ വാങ്ങാതിരിക്കുക. ഗിറ്റാറിൻ്റെ ക്വാളിറ്റി, ടോൺ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഗിറ്റാർ വാങ്ങേണ്ടത്. ഒരിക്കലും സ്റ്റൈൽ നോക്കിയിട്ട് നമ്മൾ വാങ്ങരുത്. ചിലപ്പോൾ നമുക്ക് പല കളറുകൾ ഇഷ്ടമായിരിക്കാം. ഇതിപ്പം ബ്ലൂ ആണ്, ചില റെഡ് ആയിരിക്കും, വയലറ്റ്, അങ്ങനെ നല്ല നല്ല അട്രാക്റ്റീവ് കളേഴ്സിൽ കുറേ ഗിറ്റാർ വരുന്നുണ്ട്. ഒരിക്കലും ആ കളേഴ്സിൽ നമ്മൾ വീണ് പോകാതിരിക്കുക. ക്വാളിറ്റി നോക്കിയിട്ട് നമ്മൾ ഗിറ്റാർ സെലക്ട് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ട്യൂണിങ് കീസ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടതാണ്. ട്യൂണിങ് കീസ് എന്താണെന്നുള്ളത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് 3 6 ട്യൂണിങ് കീസ് ഉണ്ട്. ഇത് പ്രോപ്പറായിട്ട് തിരിക്കാൻ പറ്റുന്നതായിരിക്കണം. നമുക്ക് കാണാം, നിങ്ങൾക്ക് ഞാനിവിടെ തിരിക്കുന്നത് പ്രോപ്പറായിട്ട് തിരിക്കാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ. കാരണം കുറേ നാൾ ഗിറ്റാർ വെച്ചാൽ അതിന് റെസ്റ്റ് പിടിച്ച് അതിൻ്റെ ആ ഫങ്ഷൻ ഇല്ലാതെയാവും. അങ്ങനത്തെ ഗിറ്റാർ ഒരിക്കലും വാങ്ങാതിരിക്കുക. പ്രോപ്പറായിട്ട് ഇങ്ങനെ ട്യൂൺ ചെയ്യുന്നത്, സ്മൂത്തായിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റണം. ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, അത് ഓയിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇതൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല. പ്രോപ്പറായിട്ട് നമ്മൾ നല്ലൊരു ഗിറ്റാർ വാങ്ങുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ഇങ്ങനെ ട്യൂണിങ് കീസ് തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ട്യൂണിങ് കീസും, ഈ 6 ട്യൂണിങ് കീസും പ്രോപ്പറായിട്ട് തിരിക്കാൻ, ഇങ്ങനെ സ്മൂത്തായിട്ട് തിരിക്കാൻ പറ്റണം. ടൈറ്റായിട്ടില്ല, സ്മൂത്തായിട്ട് തിരിക്കാൻ പറ്റുന്ന ഗിറ്റാർ വാങ്ങുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, തുരുമ്പിച്ചുള്ള സ്ട്രിങ്ങുള്ള ഗിറ്റാറുകൾ വാങ്ങാതിരിക്കുക. കാരണം ഒരു കടയിൽ പോയി നമ്മൾ ഗിറ്റാർ വാങ്ങുമ്പോൾ അവർ ഏറ്റവും പുതിയ സ്ട്രിങ് ആയിരിക്കണം നമുക്ക് തരേണ്ടത്. പുതിയ സ്ട്രിങ്ങുള്ള ഗിറ്റാറുകളായിരിക്കണം നമുക്ക് തരേണ്ടത്. അപ്പോൾ സ്ട്രിങ്ങിൽ തുരുമ്പുള്ള ഗിറ്റാറുകൾ നമ്മൾ വാങ്ങാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ ആ തുരുമ്പുള്ള ഗിറ്റാർ വായിക്കുമ്പോൾ കൈ മുറിവ് വരുവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്ട്രിങ് തുരുമ്പ് ഇല്ലാത്ത ഗിറ്റാറുകൾ സെലക്ട് ചെയ്യാം. അടുത്തത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു ഫിംഗർ ബോർഡ് എന്ന്. ഫിംഗർ ബോർഡും ഈ സ്ട്രിങ്ങുകളും തമ്മിൽ അല്പം മാത്രമേ അകലമുണ്ടാകാൻ പാടുള്ളൂ. അതായത് ചെറിയൊരു വിടവ് മാത്രമേ
ഫിംഗർ ബോർഡും സ്ട്രിങ്ങും തമ്മിൽ ഉണ്ടാകാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഈ ഗിറ്റാറിൽ കാണാവുന്നതാണ്. വിടവ് വളരെ കുറവായിരിക്കണം. ഒന്നും കൂടെ പറയാം, അതിനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ ഗിറ്റാർ വാങ്ങാൻ പോകുമ്പോൾ ഈ ഫിംഗർ ബോർഡിൻ്റെയും ഈ സ്ട്രിങ്ങുകളുടെയും ഇടയിലൂടെ നിങ്ങളുടെ ചെറുവിരൽ കടന്നു പോകരുത്. കാരണം അങ്ങനെ കടന്നു പോകുന്നതാണെങ്കിൽ അത് വലിയൊരു ഗ്യാപ്പായിരിക്കും. അതായത് ഗിറ്റാറിന് ബെൻഡ് ഉണ്ട് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അതായത് നിങ്ങളെ ചെറുവിരൽ ഈ സ്ട്രിങ്ങിൻ്റെയും ഫിംഗർ ബോർഡിൻ്റെയും ഉള്ളിൽ കൂടെ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകരുത്. നമ്മളിങ്ങനെ ഇത് കണ്ടോ, ഇതിപ്പം പോകുവാൻ വളരെ ബുദ്ധിമുട്ടാണ്, ടൈറ്റാണ്, കൈ വേദനിക്കുന്നുണ്ട്, ഫിംഗർ വേദനിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ അവിടെ പാടുള്ളൂ. ആ ഗ്യാപ്പ് ശ്രദ്ധിക്കുക. ഒരിക്കലും ഫിംഗർ ബോർഡും സ്ട്രിങ്ങും തമ്മിൽ തട്ടുകയും ചെയ്യരുത്. ആ രീതിയിലുള്ള ഗിറ്റാറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള നട്ട്, നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, ഇതാണ് നട്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇത് നമ്മൾ ഗിറ്റാറിൻ്റെ സ്ട്രിങ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതിൽ ലൂസ് ആയിട്ടുള്ള നട്ടുകളുള്ള ഗിറ്റാർ നമ്മൾ വാങ്ങരുത്. ഇത് പ്രോപ്പറായിട്ട് ഫിക്സായി നിൽക്കുന്ന ഗിറ്റാറാണ് നമ്മൾ വാങ്ങേണ്ടത്. പ്രോപ്പറായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കിയാൽ മതി, അങ്ങനെ വരത്തില്ല. ചില ഗിറ്റാർ നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വരും. അങ്ങനത്തെ ഗിറ്റാർ വാങ്ങാതിരിക്കുക. അതുപോലെ തന്നെ ബ്രിഡ്ജ് പ്രോപ്പറായിട്ട് നല്ല ഗ്രിപ്പുള്ള, ഇങ്ങനെ ഇളകാത്ത ബ്രിഡ്ജുള്ള ഗിറ്റാറാണ് നമ്മൾ വാങ്ങേണ്ടത്. ഇളകി പോകുന്ന രീതിയിലുള്ള ബ്രിഡ്ജുള്ള ഒരു ഗിറ്റാറും നമ്മൾ വാങ്ങാതിരിക്കുക. ഇലക്ട്രിക് ഗിറ്റാറിന് ബ്രിഡ്ജ് വേറെ രീതിയിലാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാവുന്നതാണ്. ഇലക്ട്രിക് ഗിറ്റാറിൻ്റെ എർത്തിങ് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടേ വാങ്ങാൻ പാടുള്ളൂ. എർത്തിങ് പ്രോപ്പറായിട്ട് ഉള്ള ഗിറ്റാറുകൾ മാത്രമേ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഇലക്ട്രിക് ഗിറ്റാറിനെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് നമ്മൾ അക്കോസ്റ്റിക്കിൻ്റെ ഗിറ്റാർ വാങ്ങുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തുടക്കക്കാർ ഒരിക്കലും ഇലക്ട്രിക് ഗിറ്റാറൊന്നും വാങ്ങാതിരിക്കുക. നോർമൽ ഗിറ്റാർ, നോർമൽ അക്കോസ്റ്റിക് ചോദിച്ചു വാങ്ങുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ ഞാൻ പ്രൊഫഷണലി ഗിറ്റാർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഗിറ്റാർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു കട്ടുള്ള ടൈപ്പ് ഗിറ്റാറാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് എന്ന നിലയിൽ ഗിറ്റാറിനെ കുറിച്ച് അധികം അറിയാത്ത ആളുകൾ. കാരണം നമ്മൾ ലീഡൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നമുക്ക് വായിക്കുവാൻ കുറച്ചും കൂടെ എളുപ്പം ഇവിടെ കട്ടുള്ള ഗിറ്റാറാണ്. പ്രത്യേകിച്ചും പുതിയ ആൾക്കാർക്ക്, പുതിയതായി ഗിറ്റാർ പഠിക്കുന്നവർക്ക് ഇവിടെ കട്ടുള്ള ടൈപ്പ് ഗിറ്റാർ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഗിറ്റാറിൻ്റെ പിക്ക് വെച്ചിട്ട് സ്ട്രിങ്ങുകൾ വായിച്ച് നോക്കുക. ഓരോ സ്ട്രിങ്ങും വായിച്ച് നോക്കുക. അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞു ഈ കള്ളികൾ ഫ്രെഡ്സ് എന്നാണെന്ന്. ഫ്രെഡ്സ് എന്നാണ് ഈ കള്ളികളുടെ പേര്. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. അഥവാ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ വീഡിയോയിലേക്ക് പോവുക. ഓരോ പാട്ടും ഗിറ്റാറിൻ്റെ ഓരോ പാർട്സും മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഓരോ ഫ്രെഡ്സിലും ഇതുപോലെ വെച്ച് ഫിംഗർ വെക്കുക. ഇവിടെ വായിച്ചു നോക്കുക. ഇതുപോലെ വായിച്ചു നോക്കുക. അതിൽ നിങ്ങളുടെ ഗിറ്റാർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ശബ്ദം വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു തരിപ്പാണ് നിങ്ങൾക്ക് കേൾക്കുന്നതെങ്കിൽ ആ ഗിറ്റാർ സെലക്ട് ചെയ്യാതിരിക്കുക. അത് വളരെ ക്ഷമയോടുകൂടെ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ കടയിൽ പോയിട്ട് പല ഭാഗങ്ങളിലും ഇങ്ങനെ ഓരോ ഭാഗത്തും നമ്മൾ ഇങ്ങനെ വെച്ച് വായിച്ച് പ്രോപ്പർ സൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഗിറ്റാർ വാങ്ങിക്കാവൂ. ഓക്കെ. അപ്പോൾ വീണ്ടും ഞാൻ പറയാം, ഒന്ന് ട്യൂണിങ് കീസ് പ്രോപ്പറായിട്ട് തിരിക്കാൻ പറ്റണം. 2 ഫ്രെഡ്സിൽ ഫിംഗറുകൾ വെച്ച് നമ്മൾ വായിച്ച് നോക്കുക. ആ ടോണിൽ വ്യത്യാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടോൺ തീരും കേൾക്കുന്നില്ലെങ്കിൽ അങ്ങനത്തെ ഗിറ്റാർ സെലക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഫിംഗറുകൾ ഫ്രെഡ്സിൽ നമ്മൾ വെച്ച് ഇവിടെ വായിക്കുമ്പോൾ ഒരു തരിപ്പ് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഗിറ്റാർ സെലക്ട് ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫിംഗർ ബോർഡും സ്ട്രിങ്ങുകളും തമ്മിലുള്ള അകലം വളരെ ചെറുതായിരിക്കണം. ഈ ഫിംഗർ, അതായത് നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൻ്റെ ചെറുവിരൽ ഇതിലൂടെ കടന്നു പോകുവാൻ പാടുള്ളതല്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആ ഗിറ്റാറിന് ബെൻഡ് ഉണ്ടെന്നാണ് അർത്ഥം. അങ്ങനത്തെ ഗിറ്റാർ വാങ്ങാതിരിക്കുക. അതായത് ഫിംഗർ ഇങ്ങനെ
പോകരുത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നട്ട് പ്രോപ്പറായിട്ട് ഫിക്സ് ആയിരിക്കുന്ന നട്ടുകളായിരിക്കണം. എളുപ്പത്തിൽ വലിച്ചാൽ കിട്ടുന്നതായിരിക്കരുത്. പ്രോപ്പറായി ഫിക്സ്ഡായി നിൽക്കുന്ന ഗിറ്റാറാണ് നിങ്ങൾ വാങ്ങേണ്ടത്. അതേപോലെ തന്നെ ഈ ബ്രിഡ്ജും പ്രോപ്പറായിട്ട് ഫിക്സായി നിൽക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ചില ഗിറ്റാറിന് ഇവിടുത്തെ ഈ കള്ളിയിലുള്ള ഇത് ലെങ്ത്ത് മുകളിലേക്ക് കൂടുതലായിട്ട് നിൽക്കും. അങ്ങനത്തെ ഗിറ്റാർ വായിക്കാൻ ഭയങ്കര ടഫായിരിക്കും. അങ്ങനത്തെ ഗിറ്റാർ വാങ്ങാതിരിക്കുക. പ്രോപ്പറായിട്ട് ഞാനിപ്പോൾ കൈ ഇങ്ങനെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നത് പോലെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റണം. ഈ കള്ളികൾ ചിലപ്പോൾ മേലോട്ട് കയറി നിൽക്കുമ്പോൾ നമുക്ക് കൈ വേദനിക്കും, ഗിറ്റാർ നമ്മൾ കൈ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഗിറ്റാർ സെലക്ട് ചെയ്യരുത്. പ്രോപ്പറായിട്ട് നമുക്കിങ്ങനെ സ്മൂത്തായിട്ട് ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഉള്ളത് ബെൽറ്റാണ്. ബെൽറ്റ് വാങ്ങുമ്പോൾ അല്പം വീതിയുള്ള ബെൽറ്റുകൾ വാങ്ങുക. കാരണം അത് കഴുത്ത് വേദന കുറയ്ക്കും. ചിലപ്പോൾ ചില ഗിറ്റാറിന് അല്പം വെയിറ്റ് ഉണ്ടാകും. അപ്പോൾ ആ വെയിറ്റ് ഈ വീതി ഉണ്ടെങ്കിൽ ആ വെയിറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ആകും. വീതിയുള്ളത് കഴുത്ത് വേദന കുറയ്ക്കും. നോർമലി നമ്മൾ യൂസ്ഡ് ആയിരിക്കും ഗിറ്റാർ യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതൊന്നും കുഴപ്പമുണ്ടാകത്തില്ല. പക്ഷേ എന്നാലും ഇലക്ട്രിക് ഗിറ്റാറൊക്കെ ആകുമ്പോൾ കുറച്ച് വീതിയുള്ള ബെൽറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഓൺലൈനിൽ ഗിറ്റാർ വാങ്ങാതിരിക്കുക. നിങ്ങൾ കാലിക്കറ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഈ വീഡിയോൻ്റെ കൂടെ ഉണ്ടാകും. അതിലേക്ക് വിളിക്കുക. ഞാൻ നിങ്ങളെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഗിറ്റാർ പഠിക്കുന്ന ഏത് സാറിൻ്റെ അടുത്താണോ ആ സാറിനെ കൂട്ടിപ്പോയി നിങ്ങൾ ഗിറ്റാർ വാങ്ങിക്കുക. ഇല്ലെങ്കിൽ ഗിറ്റാർ വായിക്കുവാൻ അറിയുന്ന അത്യാവശ്യം വായിക്കുന്ന ഒരാളെ കൂട്ടി നിങ്ങൾ കടയിൽ പോയി ഗിറ്റാർ സെലക്ട് ചെയ്തെടുക്കുക. അങ്ങനെ നല്ല ഗിറ്റാർ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് അഥവാ സാമ്പത്തികമായി ബുദ്ധിമുട്ടാണെങ്കിൽ OLX എന്ന് പറഞ്ഞ സൈറ്റിൽ സെക്കൻഡ് ഹാൻഡ് ഗിറ്റാറുകളുമുണ്ട്. അതും ഇതുപോലെ നോക്കി മാത്രം സെലക്ട് ചെയ്യുക. ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരുന്ന ഗിറ്റാറുകൾ പലരും വിൽക്കാറുണ്ട്. അത് നമ്മൾ വാങ്ങിക്കാതിരിക്കുക. ശ്രദ്ധിച്ച് വാങ്ങുക. നല്ല ഗിറ്റാർ ചൂസ് ചെയ്യുക. നല്ല സ്റ്റുഡൻസായി മാറുക. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണുക. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.